എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി. തുടർന്നുള്ള യാത്രയിൽ കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ദ്വീപായ മൺട്രോ തുരുത്തിൽ എത്തി. തൊണ്ടും തേങ്ങയുമായി ബന്ധപ്പെട്ട വ്യാപാര പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ച നാടാണ് മൺട്രോ തുരുത്ത്. 13.37 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ഈ പ്രദേശം കോട്ടയത്തെ CMS മിഷന് മതപ്രചാരണത്തിനും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കുമായി തിരുവിതാംകൂർ മഹാറാണി പാട്ടത്തിന് വിട്ടു നൽകി. തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന മൺട്രോ സാഹിബിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ ഡച്ചുകാരാൽ നിർമ്മിച്ച ഒരു പള്ളിയും കാണാവുന്നതാണ്. വിവിധ തരത്തിലുള്ള കണ്ടൽ വനങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ പ്രദേശം. ഫിഷിങ്ങിനും ബോട്ടിങ്ങിനുമൊക്കെ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്രദേശവും കൂടിയാണ്. വളരെ പ്രകൃതി രമണീയമായ മൺട്രോ തുരുത്തിന് ശേഷം ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായലായ ശാസ്താംകോട്ട കായലിലൂടെയായിരുന്നു യാത്ര. ശുദ്ധജല തടാകവും ശാസ്താംകോട്ടയാണ്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന ഓച്ചിറയും കടന്ന് ഏകദേശം 11 മണിക്ക് ഞങ്ങൾ കായംകുളത്തെത്തി. ട്രെയിൻ 12 മിനിറ്റ് ലേറ്റാണ്. കായംകുളം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കായംകുളം കൊച്ചുണ്ണിയുടെ നാടെന്നാണ് ഓർക്കുക. എന്നാൽ അതുമാത്രമല്ല, കായംകുളം വാൾ, ശ്രീകൃഷ്ണപുരം കൊട്ടാരം, താപനിലയം, 350 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന താപനിലയം, എന്നാൽ ഇന്ന് അത് അടച്ചിട്ട നിലയിലാണ് കാണുന്നത്. തുടർന്ന് ചേപ്പാടും ഹരിപ്പാടും കരുവാറ്റയും തകഴിയും അമ്പലപ്പുഴയും പുന്നപ്രയും കഴിഞ്ഞ് ആലപ്പുഴ എത്തി. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മയൂര സന്ദേശം, മണ്ണാറശാല എന്നിവകൾക്ക് പ്രശസ്തമാണ്. തകഴി കയറും ചെമ്മീനുമൊക്കെ മലയാളികളുടെയും ലോകത്തിൻ്റെയും ആസ്വാദക മനസ്സിൽ എത്തിച്ച സാക്ഷാൽ തകഴി ശിവശങ്കരപിള്ളയുടെ നാട്. തകഴി ശാസ്താവ്, കരുമാടിക്കുട്ടൻ എന്നിവകൾ ചരിത്ര പ്രസിദ്ധമാണ്. പുന്നപ്ര വയലാർ സമര ഭൂവിടമാണ് പുന്നപ്ര, സഖാവ് VS-ന്റെ ജന്മസ്ഥലം. ഇതെല്ലാം കടന്നാണ് ഞങ്ങൾ ആലപ്പുഴ എത്തിയത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ, കായലുകളും നദികളും തോടുകളും ഇഴതൂർന്നു നിൽക്കുന്ന കയറുകളെപ്പോലെ സമൃദ്ധമായ മണൽപ്രദേശമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ മിക്കവാറും വീടുകളിൽ കയറുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജീവനക്കാരനുണ്ടാവും. ഒരു കാലത്ത് ഗ്രീസുമായും റോമുമായും കച്ചവട ബന്ധം പുലർത്തിയിരുന്ന നാടായിരുന്നു ആലപ്പുഴ. ഗതകാല പ്രൗഢി സൂചിപ്പിച്ചുകൊണ്ട് തകർന്നു കിടക്കുന്ന കടൽപ്പാലവും തുറമുഖവും ഇപ്പോഴും നമുക്ക് ട്രെയിൻ യാത്രക്കിടയിൽ കാണാവുന്നതാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന കുട്ടനാട് ആലപ്പുഴയിലാണ്. കറുത്തമ്മയും പരീക്കുട്ടിയും പഞ്ചമിയും ഒക്കെ ഓടിക്കളിച്ച പുറക്കാട് കടപ്പുറവും, ചാന്തുപൊട്ടിലെ രാധയും കൂട്ടുകാരികളും നൃത്തം പഠിച്ച ഓമനപ്പുഴ കടപ്പുറവും, ദിലീപിൻ്റെ മാങ്ങാപറി ചെളിക്കുത്തും ഞങ്ങൾ മോന് പറഞ്ഞു കൊടുത്തു. നിരവധി സമര പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജില്ലയാണ് ആലപ്പുഴ. 1932 നിവർത്തന പ്രക്ഷോഭം, 38 തൊഴിലാളി പ്രക്ഷോഭം, 1946 പുന്നപ്ര വയലാർ സമരം എന്നിവകൾ പ്രധാനമാണ്. തുടർ യാത്രയ്ക്കായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ.